ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇനി ഇവിടെ ഞാൻ പിന്നെ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഈ അടുത്ത ചാപ്റ്ററാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. എന്തെന്ന് വെച്ചാൽ നമ്മളിവിടെ എടുക്കാൻ പോകുന്നത് എലിമെൻ്ററി കാനോണിക്കൽ ഫോംസ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ പിന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ അതിൽ നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ പറയുന്നത് ഇവിടെ ഒരു ലീനിയർ ഓപ്പറേറ്റർ ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഒരു ലീനിയർ ഓപ്പറേറ്റർ ടി ഉണ്ട് എന്ന് വിചാരിക്കാം. ലീനിയർ ഓപ്പറേറ്റർ എന്ന് വെച്ചാൽ അറിയാലോ നമുക്ക്, വെക്ടർ സ്പേസിൽ നിന്ന് അതേ വെക്ടർ സ്പേസിലോട്ടുള്ള ലീനിയർ ട്രാൻസ്ഫോർമേഷനാണ് ലീനിയർ ഓപ്പറേറ്റർ എന്ന് പറയും. നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് വി ആർ ഫൈൻഡിങ് ആൻ ഓർഡേർഡ് ബേസിസ് ഫോർ വി എന്ന് പറഞ്ഞ വെക്ടർ സ്പേസ് ആണെങ്കിൽ വി ആർ ഫൈൻഡിങ് ആൻ ഓർഡേർഡ് ബേസിസ് ഫോർ വി സച്ച് ദാറ്റ് matrix of T is in a simple form. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ പഠിച്ചു ഓരോ ലീനിയർ ട്രാൻസ്ഫോർമേഷനും കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ മെട്രിസസ് ഉണ്ടാവും എന്നൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എടുത്തു, നമ്മൾ ഏതൊരു ഓർഡേർഡ് ബേസ് നമ്മൾ സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ആ ലീനിയർ ട്രാൻസ്ഫോർമേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെട്രിക്സ് വളരെ ഒരു സിമ്പിൾ ഫോമിൽ കിട്ടണം. ആ രീതിയിൽ നമ്മൾ ഈ ഓർഡേർഡ് ബേസിസ് സെലക്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ അതായത് സിംപ്ലർ മെട്രിസസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഡയഗണൽ മെട്രിക്സ് എടുക്കാം അല്ലേ. C1 0 0 0 0 0 C2 0 അങ്ങനെയൊക്കെയുള്ള മെട്രിസസ് എടുക്കുകയാണെങ്കിൽ ഭയങ്കര ദീസ് ആർ സിമ്പിൾ മെട്രിസസ് അല്ലേ. അതായത് സ്കേലാർ മെട്രിസസ് വളരെ സിമ്പിളാണ്. അപ്പം ഏത് ട്രാൻസ്ഫോർമേഷൻ്റെ മെട്രിക്സ് എടുക്കുമ്പോഴാണോ, എങ്ങനെ എടുക്കുമ്പോഴാണ് ഡയഗണൽ മെട്രിക്സ് കിട്ടുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കാൻ പോവാണ്. അതാണ് പറയുന്നത്. ഒരു ലീനിയർ ഓപ്പറേറ്റർ ടി എന്ന് പറഞ്ഞ ലീനിയർ ഓപ്പറേറ്റർ ഇൻ ആൻ n-dimensional vector space V. T is defined on an n-dimensional vector space V, and if we can find an ordered basis beta equal to alpha 1, alpha 2, etc. alpha n for V കണ്ടുപിടിക്കാൻ പറ്റുകയാണ്, നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റണം. For which T can be represented by എന്താണ്, a diagonal matrix. മനസ്സിലാവുന്നുണ്ടോ? T can be represented by a diagonal matrix. അപ്പം എന്താണ്, നമ്മളൊരു ലീനിയർ n-dimensional വെക്ടർ സ്പേസ് കൺസിഡർ ചെയ്യുക, നമ്മൾ ലീനിയർ ഓപ്പറേറ്റർ ഓൺ ദാറ്റ് വെക്ടർ സ്പേസ് എടുക്കുക, and if we could find an ordered basis beta equals at alpha 1, alpha 2, etc. alpha n for V such that T equal to a diagonal matrix. Matrix of T എന്ന് പറയുന്ന ഒരു ഡയഗണൽ മെട്രിക്സ് ആവുക. അപ്പം അതിന് എന്തൊക്കെ ചെയ്യാൻ പോകണം, എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് പിന്നെ നമ്മൾ നോക്കാൻ പോകുന്നത്. പിന്നെ അപ്പം അതിന് വേണ്ടി നമ്മൾ ആദ്യം തന്നെ നമുക്കറിയാം, ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ്, ലീനിയർ ഓപ്പറേറ്റർ ആണെങ്കിൽ അതിനോടായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് റാങ്ക് ഓഫ് ടി, ഡിറ്റർമിനന്റ് ഓഫ് ടി എന്നൊക്കെ പറഞ്ഞ അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നമ്മൾ ആദ്യം തന്നെ റാങ്ക് ആൻഡ് നൾ സ്പേസ് ഓഫ് ടി നോക്കാം. റാങ്കും നൾ സ്പേസ് ഓഫ് ടി ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇനി മെട്രിക്സ് ഓഫ് ടി related to beta equal to D if and only if T alpha k equal to Ck alpha k ആവണം, for k equal to 1, 2, 3 etc. up to n. അല്ലേ, മെട്രിക്സ് ഓഫ് ടി റിലേറ്റീവ് ടു ബീറ്റ ഈക്വൽ ടു ഡി ഡയഗണൽ മെട്രിക്സ് വരണം. അതായത് ആൽഫ 1, ആൽഫ 2 എക്സെട്ര ആൽഫ n ആണ് നമ്മുടെ എന്താണ് ബേസിസിലെ എലിമെന്റ്സ് ഉണ്ട് വെച്ചാൽ നമ്മൾ എന്താ എഴുതാം, ടി ആൽഫ 1 ഈക്വൽ ടു C1 ആൽഫ 1 വരണം. ടി ആൽഫ 2 എന്ന് പറയുന്നത് C2 ആൽഫ 2. അങ്ങനെ വരികയാണെങ്കിൽ നോക്കിയോക്കൂ, മെട്രിക്സ് ഓഫ് ടി എന്തായിരിക്കും,
C1 0 0 0 0 C2 0 0 0 0 0 0 എക്സെട്ര Cn അങ്ങനെയായിരിക്കും നമുക്ക് വരിക. അപ്പോൾ അതാണ് പറയുന്നത് മെട്രിക്സ് ഓഫ് ടി റിലേറ്റീവ് ടു ബീറ്റ എന്ന് പറയുന്നത് ഡി ആവണമെങ്കിൽ ടി ആൽഫ കെ എന്തായിരിക്കണം? ടി ആൽഫ കെ ഏത് ഫോമിൽ വരണം? സി കെ ആൽഫ കെ ആയിരിക്കണം. അങ്ങനെ വന്നാലാണ് നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റുക അല്ലേ? ടി ആൽഫ കെ ഈക്വൽ സി കെ ആൽഫ കെ വരികയാണെങ്കിൽ മെട്രിക്സ് ഓഫ് ടി റിലേറ്റീവ് ടു ബി എന്ന് പറയുന്നത് ബീറ്റയും ആയിരിക്കും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ദ റേഞ്ച് വുഡ് ബി ദ സബ്സ്പേസ് സ്പാൻഡ് ബൈ ദോസ് ആൽഫ കേസ്. ഇങ്ങനെയുള്ള ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷന്റെ റേഞ്ച് എന്ന് പറയുന്നത് റേഞ്ച് എന്ന് പറയുന്നത് would be the subspace. Range would be the subspace spanned by those alpha k's. Range would be the subspace spanned by those alpha k's for which CK not equal to 0. അതായത് സി കെ ഈക്വൽ ടു 0 ആകുമ്പോൾ എന്താ വരിക? ടി ആൽഫ കെ ഈക്വൽ ടു 0 വരും. അപ്പോൾ 0 പോകുന്ന ആൽഫ കെ എന്ന് വരുമ്പോൾ അത് റേഞ്ചിൽ വരുമോ? അത് നൾ സ്പേസിലല്ലേ വരുള്ളൂ. അപ്പോൾ അത് പറയുന്നത് റേഞ്ച് വുഡ് ബി ദ സബ്സ്പേസ് സ്പാൻഡ് ബൈ ദോസ് ആൽഫ കേസ് ഫോർ വിച്ച് സി കെ നോട്ട് ഈക്വൽ ടു 0 and null space would be spanned by the നമുക്ക് പറയാം null space would be spanned by the remaining alpha case. Okay, null space is spanned by the remaining alpha case. Okay, അപ്പം നമുക്ക് അതിനെ പറ്റി കൂടുതലായിട്ട് നോക്കാം കേട്ടോ. അതിന് പറയാൻ പോകുന്നേ ഉള്ളൂ അതിനെ പറ്റിയൊക്കെ. അതിന് മുമ്പായിട്ട് നമുക്ക് എന്താണ് ക്യാരക്ടറിസ്റ്റിക് വാല്യൂ എന്ന് നോക്കാം. ലെറ്റ് ബി ബി എ വെക്റ്റർ സ്പേസ് ഓവർ ദ ഫീൽഡ് എഫ്. ബി ബി എ വെക്റ്റർ സ്പേസ് ഓവർ ദ ഫീൽഡ് എഫ് ആൻഡ് ലെറ്റ് ടി ബി എ linear operator on V. V be a vector space over the field F and T be a linear operator on V. Ini a characteristic value characteristic value of T is a scalar. Characteristic value of T is a scalar C in F such that there is a non-zero vector alpha in V such that T alpha equal to C alpha. If B be a vector space over the field F and T be a linear operator on V, a characteristic value of T, linear operator characteristic value എന്ന് വെച്ചാൽ it is a scalar C in F such that there is a non-zero vector alpha in V. V elements എല്ലാം vectors ആണല്ലോ. അപ്പോൾ there is a non-zero vector alpha in V such that ടി ആൽഫ ഈക്വൽ ടു സി ആൽഫ. ഇങ്ങനെ പറയണം, ടി ആൽഫ ഈക്വൽ ടു സി ആൽഫ. നമ്മൾ പഠിച്ചിട്ടുണ്ട് നിങ്ങൾ അല്ലേ? ഒരു മെട്രിക്സിന്റെ ക്യാരക്ടറിസ്റ്റിക് വാല്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയാ? എ എക്സ് ഈക്വൽ ടു ലാംഡ എക്സ് വരണം. അങ്ങനെയുള്ള എന്താണ് നോൺ സീറോ വെക്ടർ എക്സ് സച്ച് ദാറ്റ് എ എക്സ് ഈക്വൽ ടു ലാംഡ എക്സ് വരുമ്പോൾ ഈ ലാംഡയാണ് നമ്മൾ ക്യാരക്ടറിസ്റ്റിക് വാല്യൂ ഓഫ് ദ മെട്രിക്സ് എന്ന് പറയാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേപോലെ ഇവിടെ ലീനിയർ ട്രാൻസ്ഫോർമേഷന്റെ ക്യാരക്ടറിസ്റ്റിക് വാല്യൂ എന്ന് പറയുമ്പോൾ is a scalar C in F such that there is a non-zero vector alpha in V such that T alpha equal to C alpha. ഇനി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ if C is
a characteristic value of t. C എന്ന് പറയുന്ന characteristic value of t ആണെങ്കിൽ then ഒന്ന് any alpha such that t alpha equal to c alpha is called a characteristic vector of t associated with the characteristic value c, and b the collection of all alpha such that t alpha equal to c alpha is called characteristic space associated with c. അപ്പോൾ ഇനി നമ്മൾ പറയുന്നത് എന്ന് വെച്ചാൽ any alpha which satisfies t alpha equal to c alpha, ആ വെക്ടറിനെയാണ് എന്ത് പറയുക, നമ്മൾ characteristic vector of t associated with the characteristic value c. characteristic value c ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെക്ടർ തന്നെയാണ് ആൽഫ എന്ന് പറയാം. അതിനെയാണ് characteristic vector എന്ന് പറയുന്നത്. പിന്നെ ആ കളക്ഷൻ ഓഫ് ഓൾ characteristic വെക്ടറിനെ ആണ് നമ്മൾ പറയുക characteristic space എന്ന് പറയാം. ഓക്കെ, അപ്പോൾ സി characteristic value, characteristic വെക്ടറിനെ ആൽഫയെ characteristic വെക്ടറിന്റെ കൂട്ടത്തിനെ characteristic space എന്നും പറയും. characteristic valuesനെ നമ്മൾ characteristic roots എന്നും latent roots എന്നും eigen values, proper values, spectral values എന്നൊക്കെ നമ്മൾ പറയും. ഇനി അങ്ങനെയുള്ള ഒരു സ്പേസ് ഞാൻ പറഞ്ഞു, സെറ്റ് ഓഫ് ഓൾ ആൽഫ സച്ച് ദാറ്റ് ടി ആൽഫ ഈക്വൽ ടു സി ആൽഫ, അതൊരു സ്പേസ് ഓഫ് ദ വെക്ടർ സ്പേസ് ആയിരിക്കും. അതിനെ നമ്മൾ പറയുന്നതാണ് എന്താ, ഇറ്റ് ഇസ് എ സബ് സ്പേസ്. അത് പറയാം. ഇഫ് എഴുതിയിട്ട് പറയാം കേട്ടോ. ഇഫ് ടി ഈസ് എനി linear operator, t is any linear operator and c is any scalar, is a linear operator and c is any scalar, the set of all vectors alpha such that t alpha equal to c alpha is a subspace of V. നമ്മൾ characteristic space എന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ള വെക്ടേഴ്സിന്റെ കൂട്ടത്തിനെ നമ്മൾ characteristic space എന്നാണ് പറഞ്ഞത്. ആ characteristic space എന്ന് പറയുന്നത് വെക്ടർ സ്പേസിന്റെ സബ്സ്പേസ് ആയിരിക്കുന്നു. ഇനി നമുക്ക് പറയാമെങ്കിൽ ഇറ്റ് ഈസ് ദി null space of the linear transformation. It is the null space of the linear transformation t minus ci. അതായത് t minus ci into x equal to 0 എന്ന് വരുമ്പോൾ എന്താ നമുക്ക് കിട്ടുക, tx minus cix equal to അല്ലേ, tx minus cix equal to 0. cixനെ നമുക്ക് cx തന്നെ എഴുതിയാൽ മതി. tx minus cx equal to 0 which means that tx equal to cx എന്നും പറയാം. അപ്പോൾ അതെന്താണ്, അതായത് നമ്മൾ ഇങ്ങനെ ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എന്താണ്, ടി മൈനസ് സി ഐ എന്ന് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ടി മൈനസ് സി ഐയുടെ ആ ലീനിയർ ട്രാൻസ്ഫോർമേഷന്റെ നൾ സ്പേസ് ആയിട്ട് വരും ഈ ക്യാരക്ടറിസ്റ്റിക് സ്പേസ് എക്സുകൾ അല്ലെ, എക്സുകളുടെ കൂട്ടം. ഇങ്ങനെയുള്ള എക്സുകളുടെ കൂട്ടം എന്ന് പറയുന്നത് ടി മൈനസ് സി ഐ എന്ന് പറഞ്ഞ ലീനിയർ ട്രാൻസ്ഫോർമേഷന്റെ നൾ സ്പേസ് ആയിട്ട് വരും. ഇനി വേറെ രീതിയിൽ പറയാം, see a characteristic value of t if this space is different from the zero subspace. C is the characteristic value of t. Characteristic value ആണെങ്കിൽ this space is different from the
സീറോ സബ്സ്പേസ്. ഈ സ്പേസ് എന്ന് പറയുന്ന നൾ സ്പേസ് ഓഫ് ടി ഡിഫറെന്റ് ഫ്രം ദ സീറോ സബ്സ്പേസ് ആണ് കേട്ടോ. ഈ ഞാൻ പറഞ്ഞു ഈ ക്യാരക്ടറിസ്റ്റിക് സ്പേസ് എന്നത് ഡിഫറെന്റ് ഫ്രം സീറോ സബ്സ്പേസ് ആണ്. അപ്പോഴേ സി എന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക് വാല്യൂ ആവുള്ളൂ അല്ലേ? ഡെഫിനേഷൻ വെച്ചിട്ട് അങ്ങനെയല്ലേ? ക്യാരക്ടറിസ്റ്റിക് എന്താണ്? Non-zero vector alpha in characteristic value of t is a scalar c in f such that there is a non-zero vector alpha in b such that with t alpha equal to c alpha. അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എന്താണ്? നോൺ സീറോ ആവണം എന്നുണ്ട്. പിന്നെ ഇനി that is if t minus ci fails to be 1:1, t minus ci fails to be 1:1, അതായത് t minus ci 1:1 ആവാൻ പാടില്ല. that is if പിന്നെ t minus ci 1:1 ആവാൻ പാടില്ല. 1:1 ആയിക്കഴിഞ്ഞാൽ ഇത് എന്താ ക്യാരക്ടറിസ്റ്റിക് വെക്ടർ ആവില്ല. 1:1 അല്ലാതിരിക്കണം. that is if t minus ci fails to be 1:1. that is ഇനി അതെഴുതാം. if V is a finite dimensional vector space ആവുകയാണെങ്കിൽ t minus ci fails to be 1:1 when its determinant is different from 0. അതായത് നമ്മൾ 1:1 ആണെങ്കിൽ ഡിറ്റർമിനന്റ് ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പോൾ ഫെയിൽസ് ടു ബി 1:1 ആവുമ്പോൾ മനസ്സിലായോ? 1:1 ആണെങ്കിൽ സീറോയിലോട്ട് തന്നെ മാപ്പ് ചെയ്യണം. പക്ഷേ 1:1 അല്ലാതിരിക്കുമ്പോൾ സീറോയിലോട്ട് മാപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്താ പറയുക? ഇറ്റ് ഈസ് ദിസ് fails to be 1:1 and its determinant is different from 0 ആയിരിക്കും. മനസ്സിലായോ? അപ്പോൾ സി ക്യാരക്ടറിസ്റ്റിക് വാല്യൂ ആവണമെങ്കിൽ ടി മൈനസ് സി ഐ എന്താണ് ക്യാരക്ടറിസ്റ്റിക് സ്പേസ് എന്ന് പറയുന്നത് ടി മൈനസ് സി ഐയുടെ നൾ സ്പേസ് ആയിരിക്കണം. ആൻഡ് അത് ഈ ടി മൈനസ് സി ഐ എന്ന് പറയുന്നത് ഫെയിൽസ് ടു ബി 1:1 ആവണം. അതിൻ്റെ ഡിറ്റർമിനന്റ് ഡിഫറെൻറ്റ് ഫ്രം 0 ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇന്ന് നിർത്താം കേട്ടോ. ബാക്കി അടുത്ത ക്ലാസ്സിൽ